നമ്മൾ ഇന്ത്യക്കാരെക്കുറിച്ച് പൊതുവെ പറഞ്ഞു കേൾക്കാറുള്ളൊരു പരാതിയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്ട്രെച്ചബിൾ ടൈമാണ്. അതായത് സമയക്ലിപ്തതയിൽ നമുക്ക് ഒരു സീരിയസ്നെസ്സും ഇല്ല എന്നുള്ളത്. ഇത് നമ്മുടെ ഓഫീസിലായിക്കോട്ടെ, നമ്മുടെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, നമ്മൾ പോകുന്ന ഫംഗ്ഷൻസിലായിക്കോട്ടെ ഒക്കെ ഇത് ശ്രദ്ധിക്കാറുണ്ട്. പലരും കരുതിയിട്ടുള്ളത് നമ്മുടെ വാല്യൂ ഒന്ന് എൻഹാൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ സമയത്തെത്താതെ കുറച്ച് താമസിച്ചെത്തുന്നതാണ് നല്ലത്. അങ്ങനെ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ എങ്ങനെയോ കിടന്നുകൂടിയിട്ടുണ്ട്. അത് ശരിയല്ല എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെ നമ്മുടെ വാല്യൂ ഇമ്പ്രൂവ് ചെയ്യാം, അത് ഓഫീസിലോ നമ്മുടെ പേഴ്സണൽ സ്പേസിലോ നമ്മുടെ ഫാമിലിയിലോ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ ഒക്കെ ആയിക്കോട്ടെ, നമ്മുടെ വാല്യൂ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള സീരീസിൽ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഷോ അപ്പ് വെൽ എഹെഡ് ഓഫ് ടൈം. നമ്മൾ പറഞ്ഞുറപ്പിച്ച സമയം ഏതാണോ അതിന് മുൻപ് എത്തിച്ചേരാൻ ശ്രമിക്കുക. പലപ്പോഴും നമ്മൾ കരുതുന്നത് പോലെ താമസിച്ചെത്തുന്നതല്ല നമ്മുടെ വാല്യൂ ഇമ്പ്രൂവ് ചെയ്യുക, നേരത്തെ എത്തുന്നതാണ് നമ്മളുടെ വാല്യൂ ഇമ്പ്രൂവ് ചെയ്യുക. നേരത്തെ എത്തുന്ന ഒരാളിനെ എപ്പോഴും ശ്രദ്ധിക്കും. അവരുടെ സമയക്ലിപ്തതയെക്കുറിച്ചും അവരുടെ സീരിയസ്നെസ്സിനെക്കുറിച്ചും അവരുടെ ആത്മാർത്ഥതയെക്കുറിച്ചും അവരുടെ ഒരു റിലയബിലിറ്റി, അവരെ ഡിപ്പെൻഡ് ചെയ്യാം എന്നുള്ള ഒരു തോന്നൽ ആൾക്കാരിലുണ്ടാക്കും. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും നമ്മൾ എവിടെയാണോ ഒരു കാര്യത്തിന് എത്താമെന്ന് എഗ്രി ചെയ്തത് ആ പറഞ്ഞ സമയത്തിനും ഒരു മിനിറ്റ് മുമ്പെങ്കിലും ഒന്ന് എത്തി ശീലിച്ചു നോക്കൂ. മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ നല്ലൊരു വ്യത്യാസം കാണാൻ സാധിക്കും. നമ്മളോടുള്ള സമീപനത്തിൽ നല്ലൊരു വ്യത്യാസം കാണുവാൻ സാധിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ദിസ് ഈസ് ഗോയിങ് ടു ചേഞ്ച് എ ലോട്ട്.